കനവിലും നിലവിലും മധുമാരി ചൊരിഞ്ഞുകൊണ്ട് പുഷ്പസമാനമേകുന്ന നിത്യവസന്തത്തിന്റെ പുതുപുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു യുഗം മുഴുവനും നെഞ്ചിലേറ്റി താലോലിക്കാവുന്ന അഭിനയ മുഹൂർത്തങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ട് അനന്ത വിഹായസിലേക്ക് പറന്നുപോയ അഭിനയ ചക്രവർത്തിമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പരിപാടിയാണ് നിത്യവസന്തം. ആർക്കും അനുകരിക്കാനാവാത്ത അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് ആരാധക മനസ്സുകളെ കോരിത്തെരിപ്പിച്ച് ഒടുവിൽ കൊടുങ്കാറ്റടങ്ങിയതുപോലെ പ്രേക്ഷക മനസ്സുകളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് പുലർകാലത്തുദിച്ച് പ്രകാശം ചൊരിഞ്ഞ് പെട്ടെന്ന് പ്രകാശം മങ്ങുന്ന പെരുമീൻ നക്ഷത്രം പോലെ നമ്മോട് വിട പറഞ്ഞ ജയൻ എന്ന അതുല്യ കലാകാരൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഇന്നത്തെ നിത്യവസന്തം സമർപ്പിക്കുന്നു. പോലെ തന്നെ ഈ എപ്പിസോഡിന്റെയും ആദ്യ പകുതി പിന്നിടുമ്പോൾ പല സിനിമകളിലും ജയന്റെ അമ്മയായി അഭിനയിച്ചിട്ടുള്ള ഒരു മികവുറ്റ കലാകാരി ഇന്നത്തെ അതിഥിയായി ഈ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. ഞങ്ങൾ തരുന്ന സൂചനയിൽ നിന്ന് അവരാരായിരിക്കുമെന്ന് ഞങ്ങളെ മുൻകൂട്ടി വിളിച്ചറിയിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന അത്യാകർഷകമായ സമ്മാനങ്ങൾ നൽകപ്പെടുന്നു. ഇനി ആ നടിയെക്കുറിച്ചുള്ള സൂചന ശ്രദ്ധിക്കുക. ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന ഈ നടി ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആരാണ് ഈ നടി? നിങ്ങളുടെ ഉത്തരങ്ങൾ 10 മിനിറ്റിനുള്ളിൽ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിച്ചറിയിക്കേണ്ട നമ്പർ 0484658966, മറ്റൊരു നമ്പർ 9249489686. 1939 ജൂലൈ 25-ാം തീയതി തേവള്ളി കൊട്ടാരം വീട്ടിൽ മാധവൻ പിള്ള ഭാരതിയമ്മ ദമ്പതികളുടെ മൂത്ത മകനായി ജനിച്ച കൃഷ്ണൻ നായർ എന്ന ബാലൻ തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് കൊല്ലം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലായിരുന്നു. സ്കൂൾ പഠനത്തിനു ശേഷം ഇന്ത്യൻ നേവിയിൽ ചേർന്ന അദ്ദേഹം നീണ്ട 16 വർഷക്കാലം സൈനിക സേവനമനുഷ്ഠിച്ചു. ചെറുപ്പം മുതൽക്കേ അഭിനയമോഹവുമായി നടന്നിരുന്ന കൃഷ്ണൻ നായർ നേവിയിൽ വാർഷികാഘോഷങ്ങളിലെല്ലാം പല നാടകങ്ങളിലും അഭിനയിക്കുമായിരുന്നു. 1974 പുറത്തിറങ്ങിയ ശാപമോക്ഷം എന്ന സിനിമയിൽ ഒരു ചെറിയ റോളിൽ അഭിനയിക്കുവാനുള്ള സുവർണ കവാടം തുറന്നു നൽകിയതും കൃഷ്ണൻ നായർക്ക് ജയൻ എന്ന പേര് നൽകിയതും ജോസ് പ്രകാശ് എന്ന മലയാള സിനിമയുടെ കാരണവരാണ്. മലയാള സിനിമയ്ക്ക് പുതുപുത്തൻ അഭിനയ ശൈലിയും ഗാംഭീര്യമുള്ള ശബ്ദവും സ്ഫുടതയാർന്ന സംഭാഷണ ശൈലിയും കാഴ്ചവെച്ച് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരനായി അതിവേഗം വളരുവാൻ സാധിച്ചു ജയൻ എന്ന കരുത്തനായ നടൻ. സാധാരണക്കാരൻ മുതൽ ടാർസൻ വരെയുള്ള കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ആകാരവടിവും ആരോഗ്യം തുടിച്ചു നിൽക്കുന്ന ശരീരഘടനയും ജ്വലിക്കുന്ന കണ്ണുകളും ഉറച്ച ശബ്ദവും ഉണ്ടായിരുന്നു ജയൻ എന്ന നടന്. I don't know what these beggars are doing. What did you say? We are not beggars. You enjoy this status in life because of our sweat and blood. Let it be the last time. If you dare to say that word once more, I will pull out your bloody tongue. Kannum kannum തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മനോരാഗമേ. ഞാൻ ഭരിച്ചിട്ടേ ഉള്ളൂ, എന്നെ ആരും ഭരിച്ചിട്ടില്ല. എന്താ ചിരിക്കുന്നത്? കാട്ടാനെ കുഴിയിൽ വീഴ്ത്താൻ കാട്ടലി ശ്രമിക്കുന്നത് കാണുമ്പോൾ ഹരി തെറ്റിയാൽ ചിലപ്പോൾ ആനയും വീഴും.
താഴെ വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിന് വഴിത്തിരിവായത് 1978 പുറത്തിറങ്ങിയ തച്ചോളി അമ്പു എന്ന ചിത്രമായിരുന്നു. ഓർക്കാൻ തന്നെയാണോ ഭാവം? എങ്കിൽ അനിയനോട് തൊടുത്തിട്ട് മതി ഏട്ടനോട്. എന്റെ ബൈ തടയരുത്. തടഞ്ഞ നിൽക്കില്ല. ഞാൻ തടയണം. ചുടയുണ്ടെങ്കിൽ തട്ടിമാറ്റിക്കൊള്ളി. ഏട്ടന്റെ കൊള്ളരുതായ്മകൾ എതിർക്കുന്നവരെ തടയാനാണോ എന്നെ പടത്തലവനായി വെച്ചിരിക്കുന്നത്? നിർത്തി മാറാനാണ് പറഞ്ഞത്. ഇവനെ പിടിച്ച് കോട്ടയ്ക്ക് വെളിയിൽ തള്ളി. നാളെ ചേർക്കണോ? എങ്കിൽ നാളെ പരതലത്തിൽ വെച്ചായിക്കൊള്ളി. പരുന്തുങ്കൽ കുട്ടി ചുണ്ടപ്പോയി കുഞ്ഞാലിയോട് അംഗം കുറിച്ചിരിക്കുന്നു. അതുവരെയുള്ള താരസങ്കല്പങ്ങളെ തകർത്തുകൊണ്ട് ജയനെ ജയനാക്കിയ ചിത്രമായിരുന്നു ശരപഞ്ചരം. കോളേജ് കുമാരികൾ കണ്ണുവെട്ടിച്ചും ക്ലാസ് കട്ട് ചെയ്തും തിയേറ്ററുകളിൽ തിങ്ങി നിറഞ്ഞത് അതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തകർത്തു. അഗ്നിശരവും അങ്ങാടിയും കരിമ്പനയും ദീപവും സഞ്ചാരവുമൊക്കെ മലയാളികളുടെ മനസ്സിൽ മായാലഹരിയായി ജയനെ പ്രതിഷ്ഠിക്കാൻ കാരണമായി. പ്രേമരംഗങ്ങൾക്കും അദ്ദേഹം തനിമയാർന്ന ശൈലി പകർന്നു. കഥാപാത്രങ്ങളെ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് വികാരനിർഭരമായ രംഗങ്ങൾക്ക് അദ്ദേഹം ചാരുതയേകി. തന്റെ ആകാരവടവ് ഗാനരംഗങ്ങൾക്കും നൃത്തരംഗങ്ങൾക്കും ഇണങ്ങുന്നതല്ലായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം അത്തരം രംഗങ്ങളും മികവുറ്റതാക്കി. ഞാൻ രാജാ ഹേ മഹാരാജാ, ഞാൻ രാജാ ഹേ മഹാരാജാ, ഈരേഴു ലോകം ഇനി എന്റെ സ്വന്തം, ഇനി എന്ത് വേണം പൊന്നേ, ഈരേഴു ലോകം ഇനി എന്റെ സ്വന്തം, ഇനി എന്ത് വേണം പൊന്നേ. ഞാൻ രാജാ ഹേ മഹാരാജാ, ഞാൻ രാജാ ഹേ മഹാരാജാ. കയ്യിലെന്നും ചെങ്കോൽ ഏന്തി നിൽക്കും സമ്രാട്ടാണ് അയ്യയോ, ഞാൻ എൻ കയ്യിലെന്നും ചെങ്കോൽ ഏന്തി നിൽക്കും സമ്രാട്ടാണ് അയ്യയോ. ഞാൻ രാജാ ഹേ മഹാരാജാ, ഞാൻ രാജാ ഹേ മഹാരാജാ. ഈരേഴ് ലോകം ഇനി എന്റെ സ്വന്തം, ഇനി എന്ത് വേണം പൊന്നേ. നിങ്ങളുടെ ശരി ഉത്തരം ഞങ്ങളെ വിളിച്ചറിയിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം. വിളിച്ചറിയിക്കേണ്ട നമ്പർ
048465898686 9249489686 എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കുക. ജയൻ എന്ന സർഗപ്രതിഭയുടെ അവസാനത്തെ മിന്നലാട്ടമായിരുന്നു 1980 പുറത്തിറക്കിയ കോളക്കം. ഈ ചിത്രത്തിലെ സാഹസികമായ ഒരു രംഗത്തിന്റെ ഷൂട്ട് നടന്നത് ചെന്നൈയിലുള്ള ഷോലാപുരം എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. എത്ര അപകടകരമായ രംഗങ്ങളായിരുന്നാൽ പോലും ഡ്യൂപ്പ് ഉപയോഗിക്കുന്ന പതിവ് ജയനില്ലായിരുന്നു. സുകുമാരൻ ഓടിക്കുന്ന ബൈക്കിലിരുന്ന് പറന്നുയരുന്ന ഹെലികോപ്റ്ററിനുള്ളിലേക്ക് ചാടിക്കയറി ബാലൻ കെ നായരെ കീഴ്പ്പെടുത്തുന്ന രംഗമായിരുന്നു ചിത്രീകരിക്കേണ്ടിയിരുന്നത്. ഒരു പ്രാവശ്യം ഷൂട്ട് ചെയ്ത് സംവിധായകനും ക്യാമറാമാനും ഓക്കെ എന്ന് പറഞ്ഞ രംഗം ജയന്റെ നിർബന്ധപ്രകാരം വീണ്ടും ചിത്രീകരിക്കുകയായിരുന്നു. രണ്ടാമത്തെ ടേക്കിൽ പാഡിൽ തൂങ്ങിയ ജയൻ കോപ്റ്ററിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിമാനത്തിന്റെ ബാലൻസ് തെറ്റി പ്രൊപ്പല്ലർ തറയിൽ തട്ടി നിമിഷങ്ങൾക്കകം ഹെലികോപ്റ്റർ ജയനോടുകൂടി 2 പ്രാവശ്യം തറയിൽ ഇടിക്കുകയായിരുന്നു. ഹെലികോപ്റ്ററിന്റെ രൂപത്തിൽ വന്ന കാലനാണോ വിധിയാണോ? നിമിഷങ്ങൾക്കുള്ളിൽ ജയന്റെ ജീവിതം ഇടിച്ചൊതുക്കി. ആ ശുഭനക്ഷത്രം എന്നേക്കുമായി പൊലിഞ്ഞു. അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടു മുൻപ് ചിത്രീകരിച്ച ജയൻ അഭിനയിച്ച സംവിധായകൻ ഓക്കെ പറഞ്ഞ ആ അവസാന രംഗം നമുക്കൊന്ന് കാണാം. ഉത്തരങ്ങളുമായി നിങ്ങൾ ഞങ്ങളെ വിളിക്കേണ്ട സമയം കഴിയുന്നു. ഇനി ഒട്ടും താമസിക്കേണ്ട, നമുക്ക് സ്വാഗതം ചെയ്യാം മലയാള സിനിമയിലെ ആ മികച്ച നടനെ ഇന്നത്തെ നിത്യവസന്തത്തിലേക്ക്. നിത്യവസന്തത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐവാനിയ ആയുർ റെമഡീസ്. ഈ ചന്ത സുൽത്താന്റെയാണ്. ഇവിടുന്ന് ആരെ അന്യായമായി കൊണ്ടുപോകാൻ സാധിക്കില്ല. തൽക്കാലം നീ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ നിന്നെ എന്റെ കൈ കിട്ടും. അന്ന് ഈ ശേഖർ ജോസഫ് ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരും. അന്ന് ഈ സുൽത്താൻ ആരാണെന്ന് CI ശേഖർ ജോസഫും മനസ്സിലാക്കും. ഗുഡ് ലക്ക്. അനശ്വരനായ ജയന് ശേഷം വൈവിധ്യമാർന്ന ബോഡി മാനറിസങ്ങളിലൂടെ മലയാളി പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി. വില്ലൻ എന്ന സങ്കല്പത്തിന് പുതിയ മാനവും രൂപവും നൽകിക്കൊണ്ട് മലയാള സിനിമയിലേക്ക് കടന്നുവന്ന് പിന്നീട് ആക്ഷൻ ഹീറോ എന്ന സങ്കല്പത്തിൽ പരിപൂർണ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന, ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ബാബു ആന്റണി എന്ന മികച്ച അതുല്യ കലാകാരനാണ് ഇന്നത്തെ നിത്യവസന്തത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം ചെയ്യാം നമുക്ക് അദ്ദേഹത്തെ നിത്യവസന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. ചേട്ടാ നമസ്കാരം. 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 ഈ യഥാർത്ഥത്തിൽ ഈ കൈ പിടിക്കുമ്പോഴേ ഭയങ്കര ആക്ഷൻ രംഗങ്ങളിൽ ഈ കൈ ഉയരുന്നത് കണ്ടല്ലോ. ഒരു പക്ഷേ ഈ ആയോധന കലകളുടെ അല്ലെങ്കിൽ ഒരു ആയോധന കലയുടെ ഒരു പിൻബലം അങ്ങയുടെ കഥാപാത്രങ്ങളെയും അങ്ങയുടെ അഭിനയ ജീവിതത്തെയും സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ആയോധന കല എന്ന് പറയുന്നത് അതൊരു ആർട്ടാണല്ലോ. ബേസിക്കലി ഇതൊരു ഡാൻസ് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു യൂസേജ് ഒരു ഡിഫറെൻറ്റ് ഫോർമാറ്റിലാണെന്നേ ഉള്ളൂ. സെൽഫ് ഡിഫെൻസ് അല്ലെങ്കിൽ അങ്ങ് അഭ്യസിക്കാനുണ്ടായ ഒരു സാഹചര്യവും എങ്ങനെയായിരുന്നു? ഒരു ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ള ആ പദവിയിലേക്കൊക്കെ ഉയർന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു?
അത് ശരിക്കും ഈ പണ്ട് പോലെ എനിക്ക് കളരിപ്പയറ്റമൊക്കെ ഇഷ്ടമായിരുന്നു. ഇങ്ങനെയുള്ള ഈ ആയോധന കലകളോട് എനിക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ഡാൻസിനോട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു ചെറുപ്പത്തിൽ. പിന്നെ സിസ്റ്റേഴ്സൊക്കെ ഡാൻസ് പഠിക്കുമ്പോൾ ഞാനും പഠിച്ചോട്ടെ എന്നൊക്കെ മദറിനോട് ചോദിച്ചപ്പോൾ അത് ആണുങ്ങൾക്കുള്ള പരിപാടിയല്ല, അത് പെണ്ണുങ്ങളാണ് ഡാൻസ് പഠിക്കുന്നത്, അപ്പം നിനക്ക് പറ്റിയ ഈ മാർഷൽ ആർട്സോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നീ പഠിച്ചോ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. പിന്നെ ബ്രൂസ് ലീയുടെ സിനിമകളൊക്കെ കാണുമായിരുന്നു. അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ചോദിച്ചോന്ന് വെച്ചാൽ അതിനൊരു റിഥമുണ്ട്. അതായത് ആയോധന കല നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിനകത്ത് കത്താസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ റിഥത്തിലാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അതിനും പ്രത്യേക റിഥം വേണം, അതിൻ്റെ നടപ്പിനും ചലനത്തിനും ഒക്കെ. അപ്പം നമ്മൾ ആയോധന കല അറിയാവുന്നത് കൊണ്ട് നമ്മുടെ ബോഡി കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ടൊരു മാനറിസം കൊടുക്കാതെ പല കഥാപാത്രങ്ങൾക്കും നമുക്ക് പല രീതിയിൽ നമുക്ക് ചലിക്കാൻ പറ്റും. കരാട്ടെ പോലെയുള്ള ഒരു ആയോധന കലയെ അല്ലെങ്കിൽ അഭിനയത്തെ നന്നായി സ്വാധീനിക്കുമെന്ന് തന്നെയാണ്. ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും സാധിക്കും. ആ ഒരു റിഥം നമുക്ക് കിട്ടും. ഇന്നും യുവത്വത്തിന്റെ പ്രതീകമായിട്ട് 30 വർഷങ്ങൾ പിന്നിടുമ്പോഴും യുവത്വത്തിന്റെ പ്രതീകമായിട്ട് മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരനാണ് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ജയൻ എന്ന് പറയുന്ന ആ അതുല്യ നടൻ. അദ്ദേഹത്തിന്റെ ആ സ്മരണകൾക്ക് മുമ്പിൽ അങ്ങേക്ക് പറയുവാനുള്ളത് എന്താണ്? അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പറയാനുണ്ട്. ഒരു 2-3 എപ്പിസോഡുകൾ പറയാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു ബേസിക്കലി. പിന്നെ ആക്ഷൻ രംഗങ്ങളിൽ അന്ന് ഗ്രൂപ്പൊന്നും ഇല്ലാതെ ധൈര്യപൂർവ്വം ചെയ്യാൻ തുനിഞ്ഞ ഒരു ആക്ടറായിരുന്നു. അന്ന് കമലഹാസൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ രീതിയിൽ അന്ന് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ മലയാളികൾക്ക് അതൊരു വലിയ ചേഞ്ച് ആയിരുന്നു. കാരണം ഡ്യൂപ്പ് ഇടുമ്പോൾ നമ്മൾ എത്ര ചീറ്റ് ചെയ്താലും കാണികൾക്കത് മനസ്സിലാവും. അപ്പോൾ ഡ്യൂപ്പില്ലാതെ ആക്ഷൻ രംഗങ്ങൾ ചെയ്യാൻ ധൈര്യം കാണിച്ച ഒരു നടനായിരുന്നു അദ്ദേഹം. പിന്നെ എന്തോ ഒരു പ്രത്യേകത, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പ്രത്യേകത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ജനങ്ങളെ അത് ആ പ്രത്യേകത അട്രാക്റ്റ് ചെയ്യുകയും ആ നടനിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ആ സമയത്തെ ഒരു തരംഗമായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പക്ഷേ അദ്ദേഹം ആ ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ശൈലിയും രീതിയും ഒക്കെ അങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം നന്നായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതുകൂടാതെ എനിക്കല്ലെങ്കിലും ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു താല്പര്യം സ്വതവേ ഉണ്ടായിരുന്നു. കാരണം ബേസിക്കലി ഞാനൊരു ആത്ലീറ്റാണ്. എന്തായിരുന്നു അങ്ങയുടെ മലയാള സിനിമയിലേക്കുള്ള ചുവടുവയ്പ്? തുടക്കം ഞാൻ ഭരതേട്ടനെ വന്ന് കാണുന്നു മദ്രാസിൽ. ഭരതേട്ടൻ ചിലമ്പെന്ന് പറയുന്ന ഒരു പടത്തിൻ്റെ കാസ്റ്റിങ്ങിലായിരുന്നു. അപ്പോൾ ആ പടത്തിൽ ഇങ്ങനെ ജയൻ എന്ന് പറയുന്നൊരു കഥാപാത്രം അവതരിപ്പിക്കണമെന്ന് എന്നോട് പുള്ളി പറയുന്നു. അത് വളരെ സന്തോഷത്തോടുകൂടി ഞാനത് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫാസിൽ സാറിൻ്റെ പൂവിന് പുതിയ പൊന്തൽ എന്ന് പറയുന്ന പടത്തിനകത്ത് രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു കഥ, വളരെ വ്യത്യസ്തമായ ഒരു വില്ലനായിരുന്നു അത്. കാരണം ഒരു പീസ് ഡയലോഗ് മാത്രമേ ഉള്ളൂ, മുഴുവൻ മൂവിയിൽ ഒരു കഷ്ണം ഡയലോഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരെ സെറ്റിലായിട്ടുള്ള ബോഡി എക്സ്പ്രഷൻസ് കൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രങ്ങൾ മലയാളത്തിൽ ഒരു പുതുമയായിരുന്നു. മറ്റേ നേരത്തെ ഉള്ള വില്ലന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരുട്ടൊക്കെ വലിച്ച് അട്ടഹസിച്ച് റേപ്പ് അത് ഇതൊക്കെ ചെയ്തു വരുന്ന ഒരു സംഭവങ്ങളായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും സ്വീകരിക്കാറില്ല. അങ്ങയുടെ ഡയലോഗ് പ്രസൻറ്റേഷനിലുള്ള ചില അപര്യാപ്തതകളുണ്ട്. അത്തരം ചില സിനിമകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ടെന്ന് ഒരു ആക്ഷേപം പരക്കുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് അതിനോടുള്ള പ്രതികരണം? അപ്പം ഞാൻ നായകനായിട്ട് ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ്. അതായത് ചന്ത, കടൽ, ദാദ, ഭരണകൂടം, സ്പെഷ്യൽ സ്ക്വാഡ്, അങ്ങനെയുള്ള എല്ലാ പടങ്ങളും ഹിറ്റാണ്. അപ്പം ഈ ഒരു ആരോപണം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇല്ല, നാടകീയമായ ഡയലോഗ് പ്രസന്റേഷൻ എനിക്കില്ല. ഞാൻ നാടകീയമായിട്ട് ഡയലോഗ് പറയില്ല. അത് അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു, നാടകീയമായിട്ട് ഡയലോഗ് പറയുക. പ്രത്യേകിച്ച് സുരേഷ് ഗോപികളുടെ സിനിമകളിലും അങ്ങനെയൊക്കെയുള്ള വളരെ ആ ഒരു ട്രെൻഡിൽ നിന്ന് വ്യത്യസ്തനാകാൻ ഞാൻ ശ്രമിച്ചു. അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. മലയാള സിനിമയുടെ ഒരു സജീവ സാന്നിധ്യമായ ബാബു ആന്റണി എന്ന കലാകാരനാണ് മനസ്സിൽ കൊണ്ട് താലോലിച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു കഥാപാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്? എനിക്ക് തീർച്ചയായിട്ടും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ക്രൈസ്റ്റിൻ്റെ വേഷം ചെയ്യണമെന്നുണ്ട്. ക്രൈസ്റ്റ് ഒരു യോദ്ധാവായിരുന്നു, നന്മയ്ക്ക് വേണ്ടി പൊരുതിയ ഒരു യോദ്ധാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അങ്ങനെയായിരുന്നു. ഒരു യോദ്ധാവിൻ്റെ എല്ലാ സൈനുകളും അദ്ദേഹത്തിൻ്റെ ശരീരത്തുണ്ടായിരുന്നു. ഭരതേട്ടൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു യോദ്ധാവാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആ വൈശാലിയിലെ ആ കഥാപാത്രം നിനക്ക് ഞാൻ തന്നത്. ഒരു പക്ഷേ ബാബു ആന്റണി ഉണ്ടായിരുന്നുവെങ്കിൽ അനശ്വരമാവേണ്ട ചില കഥാപാത്രങ്ങൾ അങ്ങേക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ സമീപ കാലഘട്ടത്തിൽ ഇറങ്ങിയ ചില ചരിത്ര സിനിമകൾ, അതിലൊരു പക്ഷേ പ്രേക്ഷകർ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഈ രംഗത്ത് ബാബു ആന്റണി ആയിരുന്നുവെങ്കിൽ എന്ന്. അത്തരമൊരു അവഗണന മലയാള സിനിമയിൽ നിന്ന് അങ്ങ് നേടുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്നെ കണ്ടിട്ട്
കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മലയാള സിനിമയിൽ. ഞാനുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു വ്യക്തിപരമായ താല്പര്യങ്ങളുടെയും ചില കളികളുടെയും ഭാവഭേദങ്ങളാണ്. പക്ഷേ ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അങ്ങേക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില കഥാപാത്രങ്ങൾ അങ്ങേക്ക് ലഭിക്കാതിരുന്നത് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു സാമാന്യ ബുദ്ധിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില ക്ലൈമാക്സ് രംഗങ്ങളിൽ അങ്ങേയുമായിട്ടുള്ള ഒരു സംഘടന രംഗങ്ങളിലും എല്ലാം അങ്ങയെ കീഴ്പ്പെടുത്തേണ്ടി വരുന്ന ചില രംഗങ്ങളിൽ അഭിനയിക്കാനുള്ള വൈമുഖ്യം ഇന്ന് മലയാള സിനിമയിലുള്ള ചില നടന്മാർക്കില്ലേ? കാരണം അത് അവരുടെ പ്രതിഭയെ ഒരു അല്പം മങ്ങലേൽപ്പിക്കുമോ എന്നുള്ളൊരു സംശയം അങ്ങേക്ക് അത്തരം സിനിമകൾ ലഭിക്കാതെ പോകാൻ കാരണമായിട്ടുണ്ടോ? അതൊരു കാരണം തന്നെയാണെന്ന് വേണേൽ പറയാം. കാരണം ചെറിയ കോംപ്ലക്സുകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെ പലരും എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരാളെ കീഴ്പ്പെടുത്തുന്ന രംഗത്തിലേക്ക് അഭിനയിക്കേണ്ടി വരുമ്പോൾ അത് ചിലപ്പോൾ അവരിൽ ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യിച്ചിട്ടുണ്ടാവാം. പലരും എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് വ്യക്തമായ ഒരു മറുപടി ഇല്ല. നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ യുവാക്കള് വളരെയധികം അവര് സംയമനത്തോടെ അച്ചടക്കത്തോടെ ക്യൂ നിൽക്കുന്നത് ബിവറേജുകളുടെ മുമ്പിൽ. അത് വളരെ ഇത്രയും മലയാളി യുവാക്കൾ ഇത്രയും ക്ഷമാശീലരാണ് നമുക്ക് തോന്നുന്ന. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സിഗരറ്റ് വിൽപ്പന നടക്കുന്നതും മദ്യം വിറ്റഴിക്കപ്പെടുന്നതും കേരളത്തിൽ. ബാബു ആന്റണി എന്ന് പറയുന്ന കലാകാരനെ പലപ്പോഴും മനസ്സിൽ തങ്ങളുടെ ഒരു സങ്കല്പ പുരുഷനായിട്ട് സൂക്ഷിക്കുന്ന യുവാക്കള് കേരളത്തിൽ. അങ്ങേക്ക് ഇത്തരം സമൂഹത്തോട് യുവാക്കളോട് ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള ആയുസ് അറിയാലോ, ഇപ്പം നമ്മളുടെ യുവാക്കളുടെ ആയുസ് ഒരു 40-45 വയസ്സായപ്പോൾ ഇരിപ്പുവശമായി. അപ്പോൾ ഇന്നത്തെ യുവ സമൂഹത്തോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? ഞാൻ ആലോചിക്കാറാണ്, എന്തിനാണ് കുടിക്കുന്നത്, എന്തിനാണ് വലിക്കുന്നത്. അങ്ങ് ഇതുവരെ കുടിച്ചിട്ടില്ല? വളരെ മദ്യപിച്ചിട്ടുണ്ട്, പക്ഷെ വളരെ കുറച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കേഷനിൽ ചെറുത്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊരു ഹാബിറ്റായിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് അങ്ങനെയുള്ളൊരു സംഭവം. പിന്നെ ഞാൻ ബേസിക്കലി ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ അത് മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യും. അതെ, അത് എനിക്ക് മനസ്സിലാകാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞാൽ ഇത്ര റിലീജിയസ് ആയിട്ട് രാവിലെ ഈ ബിവറേജ് കോർപ്പറേഷൻ അതെ 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 എന്തൊരു അച്ചടക്കം. അടുത്ത ആൾക്ക് വഴി, അതെ അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ റെസ്പെക്റ്റോട് കൂടി അമ്പലത്തിലൊക്കെ തൊഴാൻ, പള്ളിയിലൊക്കെ പോയി തൊഴാൻ നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ ഒരു മാനസിക അവസ്ഥ എന്താണ് ഇതിൻ്റെ ഒരു മാനസികാവസ്ഥ, എന്താണ് ഇതുകൊണ്ട് ഇവർ നേടുന്നത്? ഇത് ശരിക്കും ഒരു മാനസിക വികലതയാണ്. അതായത് IQ പ്രോബ്ലമാണ്. ഇത് ബുദ്ധിയില്ലായ്മയുടെ ഒരു സംഭവമാണ്. ആ ബുദ്ധി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഹോളിവുഡിലേക്ക് ഒരു ക്ഷണം കിട്ടിയാൽ അങ്ങനെ സ്വീകരിക്കും? ഈ ഹോളിവുഡ് അല്ലെ ബോളിവുഡ് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു അട്രാക്ഷൻ ഒന്നുമല്ല. കാരണം ഒരു ആക്ടറാണ്, അതെനിക്ക് വലിയ അഭിമാനമുള്ള ഒരു സംഭവമാണ്. അതിപ്പോൾ ഏത് വുഡിലാണെങ്കിലും നമ്മൾ അഭിനയിക്കും. ഇപ്പോൾ രൂപീകൃതമായിരിക്കുന്ന ഒരു സംഘടനയിൽ നിന്നുള്ള എന്തെങ്കിലും വിലക്കുകളോ അവരുടെ ഒരു പ്രതികരണമോ അങ്ങടക്കമുള്ള കലാകാരന്മാർ ഭയപ്പെടുന്നുണ്ടോ? എനിക്ക് പേടിയില്ല, എനിക്ക് ആരെയും പേടിയില്ല. അങ്ങയുടെ എല്ലാം സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരന്റെ ആ കലാകാരനോടുള്ള അവഗണനയിൽ എന്തുകൊണ്ട് നിങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല? ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അറിയാൻ മേലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയും ഭയവും ആരെയില്ല. കാരണം ഇന്നും ഞാൻ ഇൻഡിപെൻഡൻ്റ് ആക്ടറാണ്. എനിക്കൊരു ഗ്രൂപ്പോ ഒരു സംഘടനയോ ഫാൻസ് ക്ലബ്ബോ, എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. പക്ഷേ ഞാനൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ട് അവരെല്ലാം കൊണ്ടുപോയി തിയേറ്ററിലേക്ക് വിട്ട് ഞാനെ കാണുമ്പോൾ കൈയടിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. അല്ലെങ്കിൽ പോസ്റ്ററുകൾ വെച്ചിട്ട് അതൊന്നും ഇല്ല. അവർക്ക് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ കൈയടിക്കട്ടെ. ദൈവം അനുഗ്രഹിച്ച് എന്നെ കാണുമ്പോൾ അവരിപ്പോഴും കൈയടിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബാബു ആന്റണി എന്ന് പറയുന്ന ദൃഢഗാത്രനായ കലാകാരനിൽ നിന്ന് ദാസേട്ടൻ്റെ 4 വരി കേട്ടാൽ ജനം അത് അമ്പരക്കും. ഞാൻ തന്നെ 4 വരി അങ്ങ് പാടുകയില്ല തന്നെ. ഓക്കെ, ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് ആൾക്കാർ ക്ഷമിക്കുന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ, വെള്ളിമണി കീലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോ, കള്ളിയവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു, കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ.
അസലായിരുന്നല്ലേ? ഏകദേശം 2005 ശേഷം മിമിക്രി താരങ്ങളിലൂടെ ജയൻ എന്ന മൺമറഞ്ഞുപോയ കലാകാരൻ വീണ്ടും പുനർജനിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഹാസ്യത്തിനു വേണ്ടി അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടാണെങ്കിലുമുള്ള മിമിക്രിക്കാരുടെ പ്രകടനങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളും നന്നായി ആസ്വദിച്ചു. പക്ഷേ ആക്ഷേപഹാസ്യം അതിരുവിട്ടപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും ഉറ്റവർക്കും ഉടയവർക്കുമെല്ലാം അതൊരു വേദനയായി മാറി. മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകിയ, ജീവൻ പോലും അർപ്പിച്ച ആ മഹാനടന്റെ ആത്മാവിനെ ഇനിയും വേദനിപ്പിക്കില്ലെന്ന് നിത്യവസന്തം പ്രത്യാശിക്കുന്നു. നിത്യവസന്തത്തിന്റെ അടുത്ത എപ്പിസോഡിൽ അനശ്വരനായ സത്യൻ എന്ന മഹാനടനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിറമുള്ള സുഗന്ധമുള്ള അധ്യായത്തിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.